ഹലോ ഗൈസ്, ഇപ്പോൾ വെള്ളിയാഴ്ച നിസ്കാരം എല്ലാം കഴിഞ്ഞ് നേരെ ഹറമിന്റെ വെളി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ച് വന്നുകൊണ്ട് സൽമാൻ വേറെ എവിടെ ഉണ്ടാക്കിയത്. അങ്ങനെ സൽമാൻ ഞാനും കണ്ടുകൂട്ടി നേരെ ഹറമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നോക്കാതെ ഇഷ്ടംപോലെ ഇതിനകത്ത് വണ്ടി ഏതോ ഹോട്ടലുകാരുടെ ആണെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് എന്താണ്. അത് കഴിഞ്ഞപ്പോൾ നോക്കാതെ യാമ്പു പോകാൻ തിരിച്ചു വന്നിരിക്കുന്നു സഫ്വാൻ. നമ്മളെ വെയിറ്റ് ചെയ്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒളിച്ചിരിക്കും. ഞങ്ങൾ ആദ്യമേ ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഇവിടെ മാറിയിരിക്കും, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ അവനെ നോക്കിയിരിക്കണം. അങ്ങനെ ലാസ്റ്റാണ് കണ്ടുമുട്ടിയത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ചില സമയത്ത് ബസ്സിൽ കയറുമ്പോൾ കാർഡ് പിടിക്കത്തില്ല, ഭയങ്കര പാടാണ്. ഒന്നാമത് കഷ്ടപ്പെട്ടാണ് ബസ്സിൽ കയറുന്നത്. അത് കഴിഞ്ഞ് കാർഡും പിടിച്ചില്ല, പള്ളിക്കിട്ട. അതെല്ലാം കഴിഞ്ഞ് ഈ കാണുന്നതാണ് നമ്മളെ പുതിയൊരു പാർക്ക് വന്നത്. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ മെസ്സിൽ നിന്ന് ഒരു എക്സ്ട്രാ ബിരിയാണി പറയാൻ മറന്നുകൊണ്ട് നമ്മളെ ഒരു കഫ്സ മേടിക്കാൻ വേണ്ടി കടലിട്ട് വന്നു. അങ്ങനെ അവിടെ നിന്ന് കഫ്സ എല്ലാം ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കിൻസ എടുത്ത്. ആ കിൻസ പുതിയൊരു ഫ്ലേവർ ആയിരുന്നു, അതൊന്ന് കുടിച്ചു നോക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. നടന്ന മനുഷ്യൻ്റെ ഉപ്പാടല്ലേ ഒരുപാട് അങ്ങനെ ഒരുവിധം കറങ്ങി തിരിഞ്ഞ് റൂമിലെത്തി. ഇനി അടുത്ത പരിപാടി, ആദ്യത്തെ പരിപാടിയും ഫുഡ് കഴിക്കലാണ്. നേരെ ഫുഡ് കഴിക്കാനെല്ലാം വിരിച്ച് സുഫ്ര എല്ലാം വിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഒരു കഫ്സ ഒരു ബിരിയാണി രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ആ കിൻസയുടെ ഫ്ലേവർ വലിയ സുഖമില്ല. ഫുഡ് അടി എല്ലാം കഴിഞ്ഞപ്പോൾ കൺവിൻസിംഗ് സ്റ്റാറിന്റെ മെസ്സേജ് അന്ന് കണ്ടു. ഇവിടെ ഇങ്ങനെ നിസ്കരിക്കാൻ എല്ലാ കടകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മുസ്ലിമായിരിക്കും. അവർക്ക് പള്ളിയിൽ പോകാൻ ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ്. അതെല്ലാം കഴിഞ്ഞ് നോക്കാതെ നൗഫലിക്കാരുടെ റൂമിൽ നിന്ന് അവിടെ ഒരു പിസ്സ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മിസ്സായിരിക്കാൻ നൗഫലിക്കാൻ അതും കഴിച്ച് റൂമിലുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.